يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد أرحم الراحمين يا الله مالك الملوك يا جمالنا يا رب. ഞങ്ങളെ ഈ മജ്ലിസിൽ നൂറ് സ്വീകരിക്കണം അല്ലാഹ്. ബദരീങ്ങളെ തവസ്സുലാക്കിയതും അവരുടെ അസ്മാഉകൾ ചൊല്ലിയതും നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. ഇവിടെ നടന്ന അന്നദാനം സ്വീകരിക്കണം റഹ്മാനേ. എല്ലാം നിനക്ക് പൊരുത്തമുള്ള അമലാക്കണേ അല്ലാഹ്. ഇതിന്റെ മിഥില് സവാബ് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ മഹാന്മാർ അല്ലാഹുവേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പള്ളിയുടെ ചാരത്ത് മറവിട്ട് കിടക്കുന്ന മഹാന്മാരാകുന്ന ശുഹദാക്കളും മഹത്തുക്കളും മുഅ്മിനീങ്ങളും എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ ഹദ്റത്തുകളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, കൂട്ടുകുടുംബക്കാര്, സ്നേഹജനങ്ങൾ, ബന്ധുമിത്രാദികള്, അയൽവാസികൾ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവര്, ഞങ്ങളാവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തവര്, ഞങ്ങളുടെ ചെറുപ്പത്തിലെ നോക്കി വളർത്തിയവര്, ഞങ്ങളുടെ ഉമ്മമാരും പാപ്പമാരും കുടുംബത്തിലുള്ളവര്, ഞങ്ങൾ ചെറിയ മുതഅല്ലിമാകുന്ന കാലത്ത് ഭക്ഷണം തന്നവര്, വെള്ളം തന്നവര്, വസ്ത്രം തന്നവര്, പണം തന്നവര്, സ്വന്തം മക്കളെ ഹയാത്തിലുള്ള ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനേ. അൽഹംദുലില്ലാഹ്, ഈ വർഷത്തെ ആദ്യത്തെ മജ്ലിസുൻ നൂറാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ മുഴുവനും മുടങ്ങാതെ മജ്ലിസുൻ നൂറിൽ പങ്കെടുത്ത മുഅ്മിനീങ്ങളുണ്ട്. ഇന്നത്തെ മജ്ലിസ് അടക്കം എല്ലാ മജ്ലിസുകളിലും പങ്കെടുക്കുന്നവരുണ്ട്. ഞായറാഴ്ച മഗ്‌രിബിന് ശേഷം മഖാമിൽ വെച്ച് നടക്കുന്ന സ്വലാത്തിൽ പങ്കെടുക്കുന്ന പുരുഷന്മാരുണ്ട്. അതുപോലെ സൽക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നവരുണ്ട്. മഖാമിൽ സിയാറത്തിൽ എത്തുകയും അവിടെ വന്ന സങ്കടങ്ങൾ പറഞ്ഞു പിരിയുകയും ചെയ്യുന്നവരുണ്ട്. എല്ലാവരുടെയും വിഷമങ്ങൾ നീക്കണേ അല്ലാഹ്, പ്രയാസങ്ങൾ നീക്കണേ അല്ലാഹ്, പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ലാഹ്, ബുദ്ധിമുട്ടുകൾ നീക്കണേ അല്ലാഹ്. ഇവിടെ എത്രയോ രോഗികൾക്ക് വേണ്ടി ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ രോഗികൾക്കും ശിഫ കൊടുക്കണേ അല്ലാഹ്, സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. സംസാരിക്കാത്ത ചെറിയ കുട്ടിയെ നീ സംസാരിപ്പിക്കണേ അല്ലാഹ്. സംസാരിക്കാൻ പ്രായമെത്തിയിട്ടും ഒരുപാട് ട്രീറ്റ്മെന്റുകൾ നടത്തിയിട്ടും ആ കുട്ടി സംസാരിക്കുന്നില്ലെന്ന് സങ്കടം പറഞ്ഞു. അല്ലാഹുവേ, ബദരീങ്ങളെ കൊണ്ട് നീ സംസാരിപ്പിക്കണം റഹ്മാനേ. ട്രീറ്റ്മെന്റുകളിലും ചികിത്സകളിലും മരുന്നുകളിലും അതുപോലെ മറ്റു കാര്യങ്ങളിലും ഒക്കെ അതിന്റെ പരിപൂർണമായ ഫലം കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. ഉമ്മമാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവര് അല്ലാഹുവേ, ഉമ്മമാർക്ക് ആഫിയത്തും ദീർഘായുസ്സും അവരുടെ രോഗങ്ങൾ മാറ്റി ശിഫയും സലാമത്തും നൽകണേ അല്ലാഹ്. ഉപ്പമാർക്ക് വേണ്ടി ദുആ കൊണ്ട് ഏൽപ്പിച്ചവര്, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞവര് അല്ലാഹുവേ, മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിലേക്ക് തുടക്കം മുതൽ ഈ സമയം വരെ സംഭാവനകൾ ചെറുതും വലുതുമായി കൊടുത്തവര് എല്ലാവർക്കും ബറക്കത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്, സിഹത്തും സലാമത്തും നൽകണേ അല്ലാഹ്. അവര് പറഞ്ഞ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. അവരാഗ്രഹകാരുടെ രോഗങ്ങൾ മാറ്റണേ അല്ലാഹ്. അവരാഗ്രഹകാരിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിലേക്ക് അതിന്റെ വിസിൽ സവാബെത്തിക്കണേ അല്ലാഹ്. പഠിക്കുന്ന മക്കളെ മെഡിക്കൽ കോളേജിലും അല്ലാതെ ഭൗതികമായും ആത്മീയമായും പഠിക്കുന്ന മക്കളുണ്ട്. ഞങ്ങളുടെ മുതഅല്ലിമീങ്ങളുണ്ട്. എല്ലാവരും മദ്രസകളിലും ദർസിലും സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്നു. നല്ല വിദ്യാഭ്യാസം നൽകണേ അല്ലാഹ്. ദീനിലും ദുനിയാവിലും